ചങ്കുകളെ എല്ലാവർക്കും നിഹാസ് ബില്ലു എന്നെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് ജാസിയൊന്നുമല്ല നമ്മളെ വിഷയം. ഇന്ന് നമ്മുടെ സലാമിക്കയാണ്. നമ്മുടെ ടിക്ടോക്ക് താരം സലാമിക്കയുടെ റൊമാൻറ്റിക്കിലേക്ക് നമുക്കൊന്ന് പോയാലോ. ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അളിയൻ ഇങ്ങനെ വന്ന് അല്ല വഴക്കുണ്ടാക്കല്ലെന്ന്. ഹലോ വലൈക്കും സലാം. റൊമാൻസ് ഉണ്ടാക്കാൻ നമ്മളെ റൊമാൻസ് ഒക്കെ ആണല്ലോ വിഷയം. അതെ അറിയാം. റൊമാൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വൈഫ് നമ്മളെ വൈഫ് എന്ന് പറയണം, അല്ലെങ്കിൽ നാട്ടുകാർ തെറ്റിദ്ധരിക്കും. പിന്നെ നല്ല സ്പ്രേ അടിച്ച് കൺമഷിട്ട് ലിപ്സ്റ്റിക് ഇട്ട് പിന്നെ അതുപോലെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി രണ്ട് ഭാഗത്തേക്ക് വാങ്ങിച്ച് കുറച്ച് മേലക്ക് ഇട്ട് തട്ടം മുകളിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൂമ്പാരമായിട്ട് നിൽക്കുമ്പോ നമുക്ക് റൊമാൻസ് തന്നെയാണ്. പക്ഷെ അത് പുറത്തുള്ള ആൾക്കാർക്കാണ് നമ്മളെ വൈഫ് കാണിക്കണെങ്കിൽ നമ്മളെ റൊമാൻസ് പോയി ചോദിച്ചാ പോരെ. നമ്മളെ മുന്നിൽ റൊമാൻസ് ഉണ്ടാക്കി അതാണ് നിങ്ങള് ഡേറ്റ് അടിക്കുമ്പോ നോക്കിക്കോളി. നിങ്ങൾക്ക് അറിയാലോ, നമ്മള് ഇവര് നമുക്ക് റൊമാൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ വൈഫ് മാത്രം മെനക്കെട്ടാലേ പറ്റുള്ളൂ. നമ്മള് വേറൊരു പെണ്ണിനെ നമുക്ക് കണ്ടപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ പറ്റൂല. ഇപ്പൊ അവര് അടുക്കളയില് മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീനിന്റെ മണം ഉണ്ടാകുക. ആ മീൻ പൊരിച്ച ആ മാക്സി ഉണ്ടല്ലോ, എണ്ണൊക്കെ അതിന്റെ ഓയിലൊക്കെ ഇങ്ങനെ തെറിക്കും. അയ്യോ പാപം, ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു. നോക്കിയിട്ടുണ്ടാവില്ല, നമ്മള് കാണൂല. പക്ഷെ അത് അറിയാൻ സാധിക്കും, പക്ഷെ നമ്മളാരും പറയില്ല. മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. അപ്പൊ നല്ല ആ മീൻ പൊരിച്ച വാസന നമ്മളെ കിടക്കായിരിക്കും. അത് നമ്മള് ചെല്ലണേ അങ്ങനെ തന്നെ എനിക്ക് അലർച്ചി. നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. അതേ ഡ്രസ്സിൽ തന്നെയാണ് ചോറൊക്കെ ഭക്ഷണമൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്നാണ്ട് തിന്നാണ്ട് നമ്മളെ കൂടെ വന്ന് കിടക്കണത്. എന്നും പ്രവർത്തിക്കണ മാതിരി അങ്ങനെ പ്രവർത്തിച്ച് പോവാന്ന് മാത്രമേ ഉള്ളൂ. വേറെ മാതിരി കണ്ടുപോകാന്ന്. പക്ഷെ റൊമാൻസ് കിട്ടണമെങ്കില് നമ്മളെ വൈഫ് നമ്മളെ മുന്നില് നല്ല ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഒരു നല്ല നൈറ്റ് നല്ല ഒരു നൈറ്റ് കാണത്തക്ക രീതിയിൽ നമ്മളെ നമുക്ക് എന്ത് കാണാൻ രീതിയില് നല്ല ഡ്രസ് ഇട്ടിട്ട് നമ്മളെ അങ്ങനെ ഡ്രസ് ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ നമ്മൾ കാണുന്ന രൂപത്തിൽ പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മീനിന്റെ വല ഉണ്ടല്ലോ മാത്രം സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കൊതുവല അങ്ങനത്തെ കൊണ്ട് ഡ്രസ് ഇട്ടാൽ മതി. അപ്പൊ കാണാം. അപ്പൊ പിന്നെ മീൻ ഒഴിവാച്ച ആ ഡ്രസ് ഉണ്ടല്ലോ, മീൻ പൊരിച്ച ഡ്രസ് മാറ്റിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കുളിച്ച് കൺമഷിയും മീൻ പൊരിക്കുമ്പോ ഡ്രസ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് വരുമ്പോ നമുക്ക് മീൻ പൊരിച്ചെണ്ണ തന്നെ 5-6 എണ്ണം വെച്ചിട്ടാ പെണ്ണുങ്ങൾ നടത്തുന്നത്. ഇനിയിപ്പോ നല്ല റൊമാൻസ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ മറ്റേത് നടത്തേണ്ടി വരും, നഴ്സറി.
ആ ഒരു ലൈഫ്, ആ ഒരു ജീവിതം നമുക്ക് കിട്ടുമ്പോ നമുക്ക് വളരെയധികം സന്തോഷം. നമ്മള് ഇന്നലെ ഞാൻ വന്നപ്പോ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നുപോയി. കുട്ടിയത് കണ്ടോ? എന്താ എന്റെ ഹൃദയം. അമ്മ അതെടുത്ത് അടുപ്പിലിട്ടു. പോകുമ്പോ നമുക്ക് പല ചിന്താഗതികളും പല റൊമാൻസും നമുക്ക് കിട്ടും എന്നുള്ള നിലക്കാണ് പോകുന്നത്. ഇവരങ്ങനല്ല. നമ്മളെ ഭാര്യയൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. നമ്മളെ എല്ലാവരുടെ ഭാര്യ ഇപ്പൊ നമ്മള് ഒരാളുടെ മാത്രം ഭാര്യയല്ല, എല്ലാ വൈഫും ആ മീൻ പൊരിച്ച മീനിപ്പോഴും വിട്ടില്ല. ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അയാളും പോയി. ചാടിയ പോലീസാണ് അറിയാമോ? ഇനി വേറെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുമോ?